സ്വീകരിച്ചല്ലെങ്കിൽ പിന്നെ ആരോടാണ് സ്വീകരിക്കാൻ പറയുക? അത് സ്വീകരിച്ചു കിട്ടാൻ ഞാൻ മുഴുവൻ നഷ്ടമല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹാന്മാർ പറഞ്ഞ ചരിത്രം കിതാബുകൾ കാണുന്നുവെങ്കിൽ ഈ ദിവസം സന്തോഷം പ്രകടിപ്പിക്കണം. പക്ഷെ അതിന് കടക്കാൻ പാടില്ല. സങ്കടം വേണം, ദുഃഖം വേണം, വിഷമം വേണം. സ്വീകരിക്കൂല റബ്ബേ, ഞാൻ ചെയ്തിട്ടുണ്ട് കബൂലാക്കൂല റബ്ബേ എന്ന വിഷമത്തോടുകൂടി റബ്ബിനോട് പറയേണ്ട ദിവസമാണെന്ന്. അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് ആസ്വദിക്കാം, ആനന്ദിക്കാം, പരിധി വിടാതെ അല്ലാഹുവോട് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട ദിവസമാണ്. ആ നിലക്ക് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കണം. പിശാച് എങ്ങനെ പിന്നാലെ കുടിയാലും അവൻ അടിയോടിക്കാൻ നമുക്ക് കഴിയണം. അവൻ അടിയോടിക്കാനുള്ള ധൈര്യവും സ്ഥൈര്യവും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഇന്ന് പെരുന്നാളാണ്, നാളെ നമുക്ക് സൽക്കാരമില്ല. ചെറുപെരുന്നാൾ സൽക്കാരങ്ങളില്ല. വലിയ 3 ദിവസം സൽക്കരിക്കാം, പെരുന്നാൾ ആഘോഷിക്കാം. നാളെ മുതൽക്ക് നമുക്ക് സുന്നത്ത് നോമ്പ് നോക്കേണ്ടതുണ്ട്. ഏതാണ് സുന്നത്ത് നോമ്പ്? 6 നോമ്പ് ശവ്വാലിന് 6 ദിവസം. അതേത് ദിവസം നോറ്റാൽ മതി. ശവ്വാൽ തീരുന്നതിന്റെ മുമ്പ് ഏത് ദിവസം നോറ്റാലും 6 നോമ്പിന്റെ കൂലി കിട്ടും. കനം കുറയും എന്നേയുള്ളൂ. പക്ഷെ അത് ഈ പെരുന്നാളിനോട് ചേർത്തി നോറ്റാൽ, കാരണം ഇത് പായസം നമ്മുടെ വീട്ടിൽ സജീവമാണ്, നമ്മുടെ വീട്ടിൽ സജീവമാണ്. ഫ്രൂട്ട്സുകൾ വ്യത്യസ്തമായ ഐറ്റങ്ങളുണ്ട്, എല്ലാ വെള്ളങ്ങളുമുണ്ട്. അതൊക്കെ ബാക്കി വരുമ്പോൾ അത് നാളെ നാം കാണുന്നു. അത് ചൂടാക്കി അത് കഴിച്ചാൽ എന്തോ രസമാണ്. മനസ്സ് ശരീരമല്ലാതെ അതിലേക്ക് ആഗ്രഹിക്കുമ്പോൾ ശരീരത്തിനെ തടഞ്ഞു നിർത്താൻ നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ നല്ലതുപോലെ മത്സരിക്കണം, നല്ലതുപോലെ സമരം ചെയ്യണം. അങ്ങനെ സമരം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം ബാക്കിയുള്ളതൊക്കെ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാമെന്ന് വെച്ചുകൊണ്ട് നാളെ മുതൽക്ക് നോമ്പ് നോറ്റാൽ, 6 ദിവസം നോമ്പ് നോറ്റാൽ 6 പ്രവാചകന്മാരുടെ മഹത്വം വരെ കിട്ടുമെന്ന് കിതാബിൽ കാണുന്നു. മാത്രമല്ല 1 വർഷം തുടർച്ചയായി നോമ്പ് നോറ്റതിന് പ്രതിഫലം കിട്ടുമെന്ന് കിതാബിൽ കാണുന്നു. അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് നമുക്ക് കൂട്ടമായി നോക്കാം, ഞാനും നോക്കാം, നിങ്ങളും നോക്കാം. നമുക്കൊന്ന് തീരുമാനിക്കാം. നാളെ മുതൽക്ക് അടുത്ത വ്യാഴാഴ്ച വരെ തിങ്കളാഴ്ച 6 നോമ്പ് നെയ്യത്ത് വെക്കുക. തിങ്കളാഴ്ചയുടെ സുന്നത്ത് ഞാൻ നോൽക്കുന്നു നെയ്യത്ത് ചെയ്യുക. വ്യാഴാഴ്ചയും 6 നോമ്പിന് നെയ്യത്ത് വെക്കുക. വ്യാഴാഴ്ചയിൽ പ്രത്യേകം സുന്നത്തുള്ള നോമ്പ് ഞാൻ നോൽക്കുന്നു നെയ്യത്ത് വെക്കുക. അങ്ങനെ വ്യാഴാഴ്ച വരെ നമുക്കൊന്ന് നോറ്റുകൂടെ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സുഫിയാൻ തൗരി റളിയല്ലാഹു അൻഹു അതാ മക്കയിൽ 3 വർഷക്കാലം ജീവിച്ച ഒരു സംഭവം കാണുന്നു. 3 വർഷം ഇടതടവില്ലാതെ മക്കയിൽ തന്നെയാണ്, മസ്ജിദുൽ ഹറാമിലാണ് ഇബാദത്തുമായി കഴിഞ്ഞുകൂടുകയാണ്. ആ സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ 3 വർഷക്കാലമായി അദ്ദേഹം ളുഹറിന്റെ സമയത്ത് പള്ളിയിൽ എത്തുന്നു. പള്ളിയിൽ വന്നുകൊണ്ട് ആദ്യം തവാഫ് ചെയ്യുന്നു. തവാഫ് ചെയ്തതിനു ശേഷം അദ്ദേഹം നിസ്കാരങ്ങളിലേക്ക് ഏർപ്പെടുകയാണ്. ളുഹർ നിസ്കരിക്കുന്നു. ആ